ബുദ്ധിമുട്ടായിരുന്നു. എന്തിനടുത്ത് എണ്ണ കിട്ടത്. ഹായ് ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റ് മൂവി ഓഫ് ഫെബ്രുവരി കണ്ടു, ബ്രഹ്മയുഗം. അതിപ്പോൾ എനിക്ക് ഉറക്കം വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ടർ അങ്ങനെയാണ് നിങ്ങളോട് കഥ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി പല വേർഷൻസ് പുള്ളിയുടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ വീണ്ടും പെട്ടെന്ന് ഒരു നോർമലി എന്നിട്ട് പെട്ടെന്ന് ആ നെഗറ്റീവ് ഷെയ്ഡിലോട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിശ്വസിച്ച് കാണാൻ ഈ പറഞ്ഞ ഞങ്ങൾ സ്പോയിലറും കാര്യങ്ങളൊന്നും ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. നിങ്ങളുടെ സിനിമാസ്വാദനത്തെ ബാധിക്കാത്ത രീതിയിലൊരു റിവ്യൂ ആയിരിക്കും ഇത്. ബ്രഹ്മയുഗത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കാൻ കാരണം അതിന്റെ ഒരു കാസ്റ്റിംഗ് ആണ്. ഡയറക്ടറൊപ്പം കാസ്റ്റിംഗ് ഞാൻ ഡയറക്ടറിനെ ഒറ്റ പേര് കാസ്റ്റ് മാത്രമേ ഉള്ളൂ. കാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. മമ്മൂക്ക കണ്ടിട്ടാണെന്ന് പറഞ്ഞപ്പോലെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മമ്മൂക്കയും, പിന്നെ രണ്ടാമത്തത് ഈ പടത്തിന്റെ ഡയറക്ടറായിട്ടുള്ള രാഹുൽ സദാശിവൻ. ഭൂതകാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത പടമായിരുന്നു ബ്രഹ്മയുഗം. അതുകൊണ്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻ നമുക്ക് അതിലുണ്ടായിരുന്നു. കാരണം ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൊറർ മൂവി അദ്ദേഹത്തിൽ നിന്ന് വന്നു. അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് വേറൊരു ഹൊറർ ജോണറിൽ വരുന്ന പടമാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. രാഹുൽ സദാശിവന്റെ ഭൂതകാലം മലയാള സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി ആയിരുന്നു. അപ്പം ഇവിടെ ബ്രഹ്മയുഗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷനും അതുപോലെ ഒരു ഹൊറർ മൂവി ആയിരിക്കും എന്നായിരുന്നു. പക്ഷെ ഡയറക്ടർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പക്ക ഹൊറർ മൂവി ആയിരിക്കില്ല, ജംപ് സ്കെയർസ് ഉള്ള ഞെട്ടിക്കുന്ന ഹൊറർ മൂവി ആയിരിക്കില്ല എന്ന്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അത് തന്നെയാണ് പറയാൻ തോന്നുന്നത്. അതൊരു പക്ക കംപ്ലീറ്റ് ഹൊറർ മൂവി അല്ല. ഹൊറർ മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് സബ് ജോണറുകളുണ്ട്. ഇപ്പം നമുക്ക് ഈ തുടക്കം തൊട്ട് അവസാനം വരെ നമുക്കിത് പേടിക്കുന്ന ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഹോണ്ടിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്ന പടങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ട്രോമ തരുന്ന പടങ്ങളുണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് നമ്മളെ പേടിപ്പിക്കുന്ന പടങ്ങളുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഹൊറർ മൂവീസ് ഉണ്ട്. എല്ലാ പ്രേതപടങ്ങളും നമ്മൾ ആ തുടക്കം തൊട്ട് അവസാനം വരെ പേടിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് മൂവീസ് ആണെന്ന് നിർബന്ധമില്ലല്ലോ. ഇത് പിന്നെ കുറെ കൂടെ നമ്മൾ കേട്ട് മറന്ന പഴയ ഫാന്റസി കഥകളുണ്ടല്ലോ, ഈ നമ്മുടെ നാട്ടിൻപുറത്ത് കേൾക്കാൻ ചാൻസ് ഉള്ള കുറെ പ്രേത കഥകളില്ലേ, അതുമായിട്ട് ഭയങ്കര സിമിലർ ആണ്. മുത്തശ്ശി കഥയാണ്. ബ്രഹ്മയുഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കൊടുമൻ പോറ്റിയുടെ ഒരു യൂണിവേഴ്സ് ആണെന്ന് പറയാം. അതിലേക്ക് ഈ പറഞ്ഞ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നു. അതിലേക്ക് നമ്മളെയും ഈ ഒരു പടം വലിച്ചടുപ്പിക്കുന്നു. അതിനുള്ളിൽ നമ്മളും അവരും എല്ലാം കൂടെ ചേർന്നിട്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നു. അത് ഒരു സിനിമയായി എങ്ങനെ ഇരിക്കും. അതാണ് പടത്തില് ടോട്ടൽ ഒരു 3-4 ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതിൽ തന്നെ മെയിൻ ക്യാരക്ടർ എല്ലാവർക്കും അറിയാലോ, മമ്മൂക്കയുടെ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പുള്ളി അന്യായ പെർഫോമൻസ് ആണ്. അന്യായ പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പടം ബിഗിനിങ് ടു എൻഡ് പുള്ളിയുടെ ആ പെർഫോമൻസിലാണ് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന പല സീനിലും. കാരണം ഇതുവരെ ഒരു പടത്തിലും കാണാത്ത രീതിയിലുള്ള പുതിയ പുതിയ സാധനങ്ങൾ പുള്ളി പുതിയ പടങ്ങൾ എങ്ങനെ കൊണ്ടുവരുന്നത്. കാരണം ഇതുകൊണ്ടൊക്കെയാണ് ഇവരെ ലെജൻസ് എന്ന് വിളിക്കുന്നത്. കാരണം ഓരോ പടങ്ങളിലും ഇത്രയും വർഷങ്ങളോളം പുള്ളി ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങളിൽ പുള്ളി ചെയ്തു വെച്ച ക്യാരക്ടേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ പുള്ളി ചെയ്യാന്ന് പറയുമ്പോൾ പുള്ളി എന്തോരം വെർസറ്റൈലാണെന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് വിശ്വസിച്ചിപ്പോ പോവാം മമ്മൂട്ടിയുടെ ഭാഗത്ത്. കാരണം എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കും പുള്ളി. ഈ ഇടയ്ക്ക് ഒരു റീൽസ് കണ്ടു. ഇപ്പൊ പുള്ളി പല സ്ലാങ്ങില്, ഇപ്പൊ ഇതും ഒരു പുതിയ സ്ലാങ് ആണ് ഒന്ന് ആഡ് ആയിട്ടുള്ളത്. ഇപ്പം പുള്ളി കുറെ സ്ലാങ്ങിൽ ഏകദേശം എല്ലാ സ്ലാങ്ങിലും പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ക്യാരക്ടർ വന്നത് നമ്മുടെ പാലേരി മാണിക്യത്തിൽ ഈ പടത്തിലെ പുള്ളിയുടെ ഒരു ഇൻട്രോ സീൻ കാണിച്ചപ്പോ എനിക്ക് പാലേരി മാണിക്യത്തിൽ ആ ഒരു സ്ലാങ്ങോ എന്തുകൊണ്ടോ അങ്ങനെ ആ ഒരു ക്യാരക്ടറുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി വരും. പക്ഷെ ആ ക്യാരക്ടറേ അല്ല, അങ്ങനത്തെ ഒരു പടവും അല്ല, എൻറ്റയർലി ഡിഫറെന്റും ആണ്. പെർഫോമൻസ് ആണെങ്കിൽ ഗംഭീരമാണ്. അപ്പൊ ആ പെർഫോമൻസിന് വേണ്ടി മാത്രം പടം കാണാന്നുള്ളൊരു ലൈനാണ്. അതുപോലെ ഈ പെട്ടെന്ന് ക്യാരക്ടർ സ്വിച്ച് ആവുന്നുണ്ട്. പെട്ടെന്ന് ഒരു നോർമലി എന്നിട്ട് പെട്ടെന്ന് ആ നെഗറ്റീവ് ഷെയ്ഡിലോട്ട് വരുന്നത്. അർജുന അശോകനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഈ പടത്തിൽ ഉടനീളം പുള്ളിക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൊടുത്തേക്ക്. അത് പുള്ളി ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്തത് നല്ല രീതിയിൽ ഫലിപ്പിച്ച് ചെയ്തു. പുള്ളിയുടെ ബെസ്റ്റ് ക്യാരക്ടർ കൂട്ട് എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തിട്ടുള്ളത് വെച്ച് ഏറ്റവും നല്ല ക്യാരക്ടർ അതായിരുന്നു. അത് പറഞ്ഞാൽ പുള്ളിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇങ്ങനെ ഒരു മനുഷ്യനും കൂടെ ആയതുകൊണ്ട് അതനുസരിച്ച് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അർജുന അശോകൻ മാത്രമല്ല, സിദ്ധാർത്ഥ് ഭരതന്റെ കാര്യം പറയുകയാണെങ്കിലും പുള്ളിയും അന്യായ പെർഫോമൻസ് ആണ്. ആ ഒരു 3 പേരിലാണ് പടം ഫുള്ള് ത്രൂ ഔട്ട് കഥ പറഞ്ഞു പോകുന്നത്. അങ്ങനെ 3 പേരും പെർഫോമൻസ് ത്രൂ ആണ് നമ്മളോട് പടം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ചിലർ പറഞ്ഞിട്ട് ഈ പടം ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു എക്സ്ട്രീം സ്ലോയിലൊക്കെ പോകുന്നുണ്ട്. ചില ആൾക്കാർ വേണമെങ്കിൽ പറഞ്ഞോട്ട് ഞാൻ പൊങ്ങി ഉറങ്ങി എന്നൊക്കെ പറയും കുറേ ആൾക്കാരൊക്കെ. ചിലർക്ക് ഇഷ്ടപ്പെടാത്ത കാറ്റഗറി ആയിരിക്കും. ചിലപ്പോൾ അത്യാവശ്യം ഇങ്ങനെ സ്ലോയിൽ കൊണ്ടുവന്ന പടം ചിലർക്ക് അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, ചിലപ്പോൾ അവരുടെ ആസ്വാദനത്തെ അത് ബാധിക്കുന്ന ഒരു ഘടകമായിരിക്കും അങ്ങനെ സ്ലോ ഒരു പേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ലോ പേസ് ഫസ്റ്റ് ഹാഫാണ് ഇതിനുള്ളത്. പക്ഷേ ആലോചിക്കണം, ആകെ 3 ക്യാരക്ടറേ ഉള്ളൂ.
ഈ ഒരു ബ്ലാക്ക് മോണോക്രോമിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന പല ഘടകങ്ങളും അതിൽ കുറവാണ്. ക്യാരക്ടേഴ്സ് കുറവാണ്, സറൗണ്ടിങ് കുറവാണ്. ഒരു മനയ്ക്കുള്ളിലാണ് ഈ പരിപാടി നടക്കുന്നത്. അത് ഒരു ഫുൾ മൂവിയിൽ എങ്ങനെ നമ്മളെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറയുന്നത് ഡയറക്ടറിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും എന്താ ബ്രില്യൻസ് ആണെന്ന് തന്നെ പറയണം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. ഇപ്പം ചില ആൾക്കാർക്ക് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഓരോരുത്തരുടെ അറ്റൻഷൻ സ്പാനിൻ്റെ ടൈപ്പ് കാറ്റഗറി എന്നൊക്കെ വേണം. എല്ലാവർക്കും ചിലപ്പോൾ അത് പിടിക്കണമെന്നില്ല. ചിലർക്ക് ആ സ്ലോ കാണുമ്പോൾ ഇപ്പോൾ പല പടങ്ങൾ ഇറങ്ങുമ്പോഴും ചിലർ ഈ പറഞ്ഞിട്ട് അത് സ്ലോയാ ലാഗ് ആണെന്നൊക്കെ പറയും. ലാഗ് എന്ന് പറഞ്ഞുകൊണ്ട് പറയും. അത് ചില ആൾക്കാരുടെ മൈൻഡിൻ്റെ പ്രശ്നമെന്നല്ല, അതങ്ങനെയാണ്. ചിലർക്ക് ആ ടൈപ്പ് ഓഫ് സാധനം എൻജോയ് ചെയ്യാനുള്ള ഒരു ആസ്വാദനം കാണത്തില്ല. മാത്രമല്ല ഇവിടെ വരുമ്പോൾ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയുന്നൊരു പരിപാടി കൂടെ ഉണ്ടല്ലോ. അത് ഫസ്റ്റ് ഹാഫിലാണ് നടക്കുന്നത്. അതിനുശേഷമല്ല അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ആ റിവീൽ ചെയ്ത് തുടങ്ങുന്ന മുതലത്തേക്ക് പടം പേസ് മാറും. ഫസ്റ്റ് ഹാഫിലുള്ള ഒരു പേസ് അല്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഹൈലി ഗ്രിപ്പിംഗ് ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പടം കാണാൻ പോകുമ്പം നമ്മൾ മറ്റേ ആ ഒരു വീഡിയോയ്ക്കകത്ത് മമ്മൂക്ക പറഞ്ഞതുപോലെ തന്നെ ഫ്രഷ് മൈൻഡോടെ തന്നെ നിങ്ങൾ പോകണം. നമ്മൾ പലതും നമ്മൾ എന്ത് ചിന്തിച്ചു പോയാലും അതായിരിക്കത്തില്ല പടം. അപ്പം നമ്മളൊന്നും ചിന്തിക്കാതെ പോയി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു പടം കിട്ടുന്നത്. ഇനിയിപ്പോൾ എന്ത് ചിന്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പടത്തിൻ്റെ ഒരു സംഭവം നമുക്ക് അങ്ങനെ, കാരണം നമ്മൾ ഒരുപാട് വലിയ രീതിയിൽ ചിലപ്പോൾ ചിന്തിക്കുക. പക്ഷെ ഇത് അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സംഭവമല്ല. പക്ഷെ അതിൻ്റെ എക്സിക്യൂഷനും കാര്യങ്ങളുമാണ് ഈ പടത്തിനെ ഒരു ബ്രില്യൻ ക്രാഫ്റ്റായിട്ട് മാറ്റുന്നത്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കഥ തന്നെയാണ്. നമ്മൾ നേരത്തെ പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ തന്നെയായിരിക്കും ചിലപ്പോൾ ഇത്തിരി ചെറിയ സ്റ്റോറി. അതെ, പിന്നെ ഇത് കുറെ കൂടെ ഡയറക്ടേഴ്സിലുമാണ്. കാരണം ഒരു ചെറിയ ഏരിയയിൽ കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഓഡിയൻസിനെ കണക്ട് ചെയ്തിരുത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതിൽ രാഹുൽ സദാശിവൻ വിജയിച്ചിട്ടുണ്ടെന്നാണ് തോന്നിയത്. കാരണം ആ ഒരു 3 ക്യാരക്ടേഴ്സും ആ ഒരു മന, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല, അതിനപ്പുറത്തേക്കൊന്നും വേണ്ടെന്നുള്ള നമ്മളെ അതിൽ തന്നെ നിർത്തും. അതിന് പുറത്തേക്ക് നമുക്കും പോകാൻ തോന്നില്ല. അതിൽ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്തി അങ്ങനെ ഒരു രീതിയിലാണ് കഥ പറഞ്ഞു വന്നത്. അതിൽ പുള്ളി വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ട് അതിൻ്റെ ഡയറക്ഷനെ ഭയങ്കരമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഭയങ്കര ആ ഒരു ഇനി പറഞ്ഞോട്ടെ മനയെന്ന് പറഞ്ഞ ഒരു വേൾഡിലോട്ട് നമ്മളെ കൊണ്ടുവരാനായിട്ട് ഭയങ്കര ഈ 2 സാധനങ്ങൾ ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ 2.5 മണിക്കൂർ നമ്മൾ ആ ഒരു വേൾഡിൽ തന്നെയാണ്. നമ്മളെ കുറെ കൂടെ സിനിമയിലേക്ക് അടുപ്പിച്ചിരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള സാധനമാണ് സൗണ്ട് മിക്സിങ്ങും മ്യൂസിക്കും. സൗണ്ട് മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും, പുറത്ത് മഴ പെയ്യുന്നത് ഫീൽ ചെയ്യും. അങ്ങനെ അതിപ്പം ഓരോ ചെറിയ കാര്യങ്ങൾ, തീ കത്തുന്നത്, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഒന്ന് പടത്തിന് ഒരു പേസ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒരു മൂഡിലാണ് പടം പോകുന്നത്. അതുകൊണ്ട് തന്നെ പടം മിക്കവാറും അടുത്ത് സൈലന്റ് ആണ്. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് കുറെ കൂടി ഇന്റൻസ് ആയിട്ട് അത് ഫീൽ ചെയ്യും. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ആണ്. കാരണം ഒന്ന് ഇതിന്റെ ഒരു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീല് അതിപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പടം തുടങ്ങിയതിന് ശേഷം അത് നമുക്കൊരു ഇതേ അല്ലായിരുന്നു, ഒരു കൺസേണേ അല്ലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പടം എന്നുള്ളത്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സത്യം പറഞ്ഞാല് ഇത് പറഞ്ഞുകൊണ്ട് ലിമിറ്റഡ് ക്യാരക്ടേഴ്സ് മാത്രമുള്ള മൂവിയാണ്. 3-4 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ആ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടമാണ്. അപ്പോൾ ആ മോണോക്രോം കാണിക്കുന്നത് വഴി അവരുടെ ഒരു സംഭവം അവരിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. അതേസമയം നല്ല ഫ്രെയിമിങ്, നല്ല വിഷ്വൽസും കാര്യങ്ങളും സെറ്റിങ്സും ഒക്കെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ അതിലേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധ പോവാതെ ഇവരുടെ ഒരു 3 പേരല്ല 4 പേരിലേക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്നുണ്ട് ആ ഒരു മോണോക്രോം അവിടെ കൊടുത്തത് കൊണ്ട്. പടം തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോകും. അതിന്റെ ഒരു ഇതില്ല, എന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറയുന്നതിന്റെ ഒരു ഫീൽ തോന്നില്ല. സത്യം പറഞ്ഞാൽ ഇതൊരു കഥയല്ലേ. ഈ പറഞ്ഞുകൊണ്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മളെ ഔട്ട്സൈഡ് വേഡിൽ നിന്ന് നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് ആ ഒരു വേൾഡിലോട്ട് നമ്മളെ മാറ്റുക. അതായത് നമ്മുടെ പുറത്തെ ലോകത്തിൽ നിന്ന് ഭ്രമയുഗത്തിന്റെ വേൾഡിലേക്ക് നമ്മളെ മാറ്റുന്ന ഒരു സാധനമാണ് ഈ മോണോക്രോം. മേക്കിംഗ് ക്വാളിറ്റി, പ്രൊഡക്ഷൻ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ച് ആണ്. മലയാള സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിങ്ങിൽ ഒരുപാട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് റീസെൻ്റ്ലി. നമ്മൾക്കും ഇങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ പല പടങ്ങളിൽ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മൂവിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്ലോ ആയിട്ടുള്ള മൊമെൻറ്റ്സ് കാണും. അത് ഈ പറഞ്ഞിട്ട് ലാഗ് എന്ന് പറഞ്ഞ് അവഗണിച്ചിട്ട് പടം കൊള്ളത്തില്ല, ഉറക്കപ്പടമാണെന്ന് പറഞ്ഞ് അവഗണിക്കരുത്. കാരണം ആ ഇപ്പോൾ ലാഗ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ പടത്തിൽ ഡിമാൻഡിങ് ആയിരിക്കും പല ഘട്ടങ്ങളിലും. കാരണം ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇമോഷനെ ഡെവലപ്പ് ചെയ്യണം, അവിടെ ഡിമാൻഡിങ് ആണ് ആ ഒരു സാധനം. അതിപ്പോൾ എനിക്ക് ഉറക്കം വന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ടർ അങ്ങനെയാണ് നിങ്ങളോട് കഥ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ലാഗ് നിങ്ങൾ കണ്ടേ തീരൂ. കാരണം പുള്ളി നമ്മളോട് അങ്ങനെയാണ് കഥ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നൊരു കഥ പറയുക, ഞാൻ ത്രൂ ഔട്ട് ഒറ്റ സ്ട്രെച്ചിലായിരിക്കത്തില്ല. ചിലപ്പം ഞാൻ കുറച്ച് നിർത്തിയും കുറുക്കിയും നീട്ടിയൊക്കെ ആയിരിക്കും കഥ പറയുന്നത്. അതൊരു ഡയറക്ടറിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിൽ
ഇങ്ങനെ വേണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ കാണുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കാണാതിരിക്കുക, അതല്ലാതെ വേറെ ഇതില്ല അതിൽ. ഓവറോൾ പറയുകയാണെങ്കിൽ മസ്റ്റായിട്ട് പോയി കാണുക. ഈ പറഞ്ഞിട്ട് നമ്മുടെ മലയാള സിനിമയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ചില പടങ്ങളിലൊന്നാണ് പ്രമേഹം എന്ന് പറയുന്നത്. കാരണം എല്ലാ പടങ്ങളും പോലെ അല്ല ഇത്, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതെ, അങ്ങനെ ന്യൂ എക്സ്പീരിയൻസ് വരുമ്പോൾ എല്ലാ പടങ്ങളും സത്യം പറഞ്ഞാൽ തിയേറ്ററിന് വേണ്ടിയിട്ടാണ് ഇറക്കുന്നത്. അല്ലാതെ OTTക്ക് വേണ്ടി ഒരു പടം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തിയേറ്ററിന് വേണ്ടി വേറൊരു പടം, അങ്ങനെ പടങ്ങളില്ല. എല്ലാ പടങ്ങളും തിയേറ്റർ ഡിമാൻഡിങ് ആണ്. പിന്നെ നമ്മുടെ ഇഷ്ടമാണ് ഏത് പടം തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ പടങ്ങളൊക്കെ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. കാരണം ഇങ്ങനത്തെ പടങ്ങൾ അധികം ഇല്ല നമ്മുടെ ഇൻഡസ്ട്രിയിലും. അല്ല തന്നെ ഇന്ത്യൻ സിനിമ തന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെ വളരെ കുറവാണ്. വൺ ഡേ വണ്ടേഴ്സാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത്. നിങ്ങൾ കുറെ കൂടെ ഫാന്റസി ഇഷ്ടപ്പെടുന്ന, കുറെ കൂടെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സിനിമ കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാവുന്ന ഒരു സിനിമയാണ്. പിന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സാധനം, അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. നമ്മളൊന്നും അതിനെ അളക്കാൻ ആളുകളല്ല. നെക്സ്റ്റ് ലെവൽ ഓഫ് സാധനം, നെക്സ്റ്റ് ലെവൽ ഓഫ് സാധനങ്ങളാണ് ആ മനുഷ്യന് ഓരോ പടങ്ങളിലും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചെയ്യുന്നത്. ഓൾറെഡി പല വേർഷൻസ് പുള്ളിയുടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ വീണ്ടും വേറൊരു വ്യത്യസ്തമായിട്ടൊരു മമ്മൂട്ടിയെ വീണ്ടും കാണുന്നത്. അതെ, എന്തായാലും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പറഞ്ഞിട്ട് നെഗറ്റീവ് റിവ്യൂസ് അധികം നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. ഈ പറഞ്ഞിട്ട് സ്ലോ അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു പയ്യെ പോകുന്ന പടം നിങ്ങൾക്ക് അങ്ങനെ തീരെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട, നിങ്ങൾ കാണാതിരിക്കുക. ഞാനിപ്പം ആരുമല്ല പടം കാണണോ വേണ്ടത്, നിങ്ങളുടെ ഇഷ്ടമാണ് പടം കാണണോ വേണ്ടെന്ന് തീരുമാനിക്കുക. ലെറ്റ്സ് കൺസിഡർ വാച്ചിങ് ദിസ് മൂവി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ